ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ അൽ അത്തായ എന്ന് പറയുന്ന ഒരു ഷോപ്പിലേക്ക് വന്നതാണ്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോവാണ്. അവിടെ കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സൂപ്പർ മാർക്കറ്റാണ്. അത് റെസ്റ്റോറന്റിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ അപ്പൊ ഞങ്ങള് നോക്കിയാൽ ഈ റോഡിന്റെ അപ്പുറത്താണ് ഞങ്ങളെ ഷോപ്പ്. അവിടുന്ന് ഈ റോഡ് കടന്ന് കുറച്ചും കൊണ്ട് നടക്കാനുള്ളൂ. അപ്പത്തേക്കും വേർത്ത് കുളിച്ച് അത്രയും ചൂടാണ് ഇവിടെ. അപ്പൊ നമുക്കിതാ പോവാം. അങ്ങനെ നമ്മുടെ അല്ലത്തായിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ രാമേട്ടൻ്റെ തട്ടുകട കാണുന്നത്. രാമേട്ടനല്ല, നമ്മുടെ ഒമാനിയേട്ടൻ്റെ തട്ടുകട. ഒമാനീസ് ഈ ഏരിയയിൽ മൊത്തം ഇതേപോലെ തട്ടുകട നടത്തുന്നുണ്ട്. അവർ ഓണറായിരിക്കും, അവരുടെ പണിക്കാരായിട്ട് ബംഗാളികളോ ഹിന്ദിക്കാരോ അങ്ങനെയൊക്കെ ഉണ്ടാവാൻ മതിയാവും. പിന്നെ ചില സ്ഥലത്തൊക്കെ ഈ ഒമാനീസിനെ തന്നെയാണ് കാണും നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നല്ല പുക പാറുന്ന ബീഫ്, ചിക്കൻ, മട്ടൻ, പിന്നെ സോസേജ്, നമ്മുടെ ചെമ്മീൻ എല്ലാം ഉണ്ട്. നമ്മളത് കഴിക്കാൻ പോയതാന്നുള്ള ഭാവത്തിൽ അതൊക്കെ വീഡിയോ എടുത്ത് അവരെ പറ്റിച്ചുങ്ങാണ്ട് വേഗം മുന്നോട്ട് തിരിഞ്ഞു. 500 പൈസയാണ് ഇതിൻ്റെ വില പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ നാട്ടിലെ 100 രൂപ, അങ്ങനെയാണ് ഇതിൻ്റെ വില വരുന്നത്. അങ്ങനെ നമ്മളത് കഴിഞ്ഞതാ 100 പൈസ ടു 2 റിയാൽ. അതാണ് ഈ ഷോപ്പിൻ്റെ പ്രത്യേകത. നമ്മുടെ നാട്ടിലെ കണക്ക് നോക്കുകയാണെങ്കിൽ 20 മുതൽ 400 രൂപ വരെയുള്ള സാധനങ്ങളാണ്. അങ്ങനെ ആദ്യത്തെ ആവശ്യം ജാനിക്ക് എങ്ങനെയെങ്കിലും ഈ ആനക്കുട്ടിയുടെ പുറത്തൊന്ന് കയറണം എന്നായിരുന്നു. ഞാൻ പറഞ്ഞു, മോളെ നീ ഇഷ്ടം പോലെ കയറിക്കോ, കാരണം ഇതിന് പ്രത്യേകിച്ച് പൈസ ചിലവൊന്നും ഇല്ലല്ലോ. അങ്ങനെ അവളിങ്ങനെ ആനയിലിരിക്കുമ്പോഴാണ് അവിടെ നിന്നൊരു കുട്ടി എത്തി നോക്കിങ്ങാണ്ട്, നീ ഏതാ ഇവിടെ ഇരിക്കുന്നെന്നുള്ളൊരു ഭാവത്തിൽ ജാനി വിട്ടുകൊടുക്കോ, ഞാനാണ് ഇവിടെ എന്നുള്ള ഭാവത്തിൽ ജാനി അങ്ങോട്ടും. അങ്ങനെ നമ്മൾ അവിടെ സ്വീറ്റ് കോണും പോപ്കോണൊക്കെ വിൽക്കുന്ന ഏട്ടനെ വെറുതെ ഒന്ന് വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്ത് നമ്മൾ ഉള്ളോട്ട് കയറിയപ്പോഴല്ലേ നമ്മുടെ സാധനങ്ങളുടെ ഒരു കലവറ തന്നെ വേണമെങ്കിൽ പറയാം. എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. അതായത് നമ്മുടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് എന്ന് ഞാൻ പറയുന്നത് തെറ്റാണ്. കാരണം ഇവിടെ കർപ്പൂരം കണ്ടിട്ടില്ല, അപ്പം അത് തെറ്റല്ലേ. പക്ഷെ ഞാനതൊരു ഒരു അതിശോക്തി എന്ന് പറയില്ലേ, അങ്ങനെ വേണമെങ്കിൽ പറഞ്ഞതാണ്. കാരണം എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ നിന്നാണ്. പക്ഷെ ഇവിടെ കർപ്പൂരമൊന്നും ഇല്ല കേട്ടോ, ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. അങ്ങനെ നമ്മളിതാ എല്ലാ സാധനങ്ങളും വീഡിയോ എടുത്ത് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ നമ്മൾ പോയത് രാത്രി ആയതുകൊണ്ടും തന്നെയും പിന്നെ വർക്കിംഗ് ഡേ ആയതുകൊണ്ടും അധികം ഒന്നും ആൾക്കാരില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ വീഡിയോകളൊക്കെ എടുക്കാൻ പറ്റി. കാരണം വലിയ ബഹളോ കലപിലകളോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവിടെ വന്ന കലപില എന്ന് പറയുന്നത് ഞങ്ങളാണ്. എൻ്റെ മോളെ സൗണ്ടായിരുന്നു അവിടുത്തെ മൊത്തം കലപില. അത് വേണം, ഇത് വേണം അമ്മേ, അതെടുക്കട്ടെ ഇതെടുക്കട്ടെ ഓരോന്നും പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ജാനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ABCD 1 2 3 അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇത് നോക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ റൂമിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ അവൾക്ക് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിക്കുന്നു. അങ്ങനെ അവൾ പഠിക്കുന്നില്ല, അത് വേറെ കാര്യം. ചെറിയ കുട്ടികളല്ലേ, ഇപ്പോൾ ഒന്നും പറഞ്ഞാലൊന്നും അവർ കേൾക്കൂലല്ലോ. പക്ഷെ നമ്മൾ വെറുതെ ഒന്ന് നോക്കിയപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്ന 263 പൈസ. അതായത് നമ്മുടെ നാട്ടിലത്തെ ഒരു 40 രൂപ അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെ അതൊക്കെ ഒന്ന് വെറുതെ നോക്കി നമ്മളിങ്ങനെ നടക്കാൻ തുടങ്ങി. നടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒരു ബാർബീൻ്റെ ബോക്സിൽ, അത് നമ്മുടെ ക്ലേ ആണ്. ജാനി തന്നെ അമ്മേ മിഠായി എന്ന് ഞാൻ പറഞ്ഞു, മോളെ അത് മിഠായി അല്ല, അത് ക്ലേ ആണ്, നമ്മുടെ ഓരോന്നും ഉണ്ടാക്കുന്ന സംഭവങ്ങളാണെന്ന്. പിന്നെ കുറേ ബാഗുകൾ കണ്ട്, നല്ല അടിപൊളി ബാഗുകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ജാനിക്ക് നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ബാഗൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. കാരണം നമ്മൾ വാങ്ങിയതല്ല, എല്ലാവരും ജാനി എഴുത്തിനിരുത്തിയിട്ട് ഇനി ഇവിടെ സ്കൂളിൽ ചേരുകയല്ലേ എന്നുള്ള രീതിയിൽ നമ്മുടെ കുടുംബക്കാരൊക്കെ വാങ്ങി തന്നതാണ് ബാഗും കുടയൊക്കെ. അങ്ങനെ നമ്മൾ ബാഗും കുടയൊക്കെ ആയിട്ട് വന്നതുകൊണ്ട് തന്നെ നമ്മൾ ബാഗിലേക്കൊന്നും നോക്കിയില്ല. പിന്നെ ശരിക്കും നമ്മൾ എന്ത് കാര്യത്തിനായിരുന്നു വന്നിരുന്നത് അത് നോക്കാൻ മറന്നുപോയി. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വീഡിയോ എടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ വീഡിയോയ്ക്ക് മുന്നിൽ കുറച്ച് ഷോ നടക്കുന്നുണ്ട്. ഏട്ടാ ഞാൻ ഇതെടുത്ത് ഇങ്ങനെ കാട്ടിത്തരാം, അതൊന്ന് വീഡിയോ എടുക്കൂ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഏട്ടനൊന്നും നോക്കുന്നില്ല. ഏട്ടൻ ഇന്നെ നോക്കാതെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് വീഡിയോ എടുത്ത് ഇങ്ങനെ പോയി കൊണ്ട് നിൽക്കുകയാണ്. ഞാനും ജാനി അതിൻ്റെ ഇടയ്ക്ക് ഓരോന്ന് അതും എടുത്ത് നോക്കുന്നുണ്ട്. ജാനിയാണെങ്കിൽ കളിക്കുന്ന സാധനങ്ങൾ മൊത്തം വാരി എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ മോളെ എല്ലാം വാരി എടുത്തു, എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ എടുത്തോ. കാരണം എന്താ, ബില്ലടിക്കാൻ നേരത്ത് ഞാനത് മെല്ലെ എടുത്തുങ്ങാണ്ട് അവിടെ കൊണ്ടുപോയി വെക്കും. അതാണ് എൻ്റെ ബുദ്ധി. അവൾ എൻ്റെ അവിടുത്തെ കളി. അങ്ങനെ നമ്മളിതാ എല്ലാ സാധനങ്ങളും ഇങ്ങനെ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഞാൻ ആ പായ കണ്ടത്. പുൽപ്പായ, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവില്ലേ പുൽപ്പായ. അങ്ങനെ ഈ പുൽപ്പായ്ക്ക് ഇവിടെ വരുന്നത് 1 റിയാലാണ്. അതായത് നമ്മുടെ നാട്ടിൽ 200 രൂപ. പിന്നെ നല്ല വെള്ള ബോക്സ് ഉണ്ടായിരുന്നു, നമുക്കിങ്ങനെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതിന് വരുന്നത് എത്ര, 2 റിയാലാണ് അതിന് വരുന്നത്. നമ്മുടെ നാട്ടിലത്തെ 400 രൂപയൊക്കെ അതിന് വരുന്നുള്ളൂ. പിന്നെ കുറേ ചൂലുകൾ കണ്ട്, ചൂലെന്ന് പറഞ്ഞാൽ ചൂലിനെ അപമാനിച്ച മാതിരി തോന്നുന്നു.
പിന്നെ ചൂല് എന്നല്ലാതെ എന്തായാലേ പറയാം. പിന്നെ നമ്മൾ മെയിനായിട്ട് വാങ്ങാൻ വന്നത് ഇതാണ്, അതായത് ഏപ്രൺ. നമ്മുടെ റെസ്റ്റോറൻറ്റിലെ കുക്കുകൾക്കും ക്ലീൻ ചെയ്യുന്നവർക്കൊക്കെ ഏപ്രൺ വേണമായിരുന്നു. അത് അവരുടേത് കേടായതുകൊണ്ട് അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. പിന്നെ ഞങ്ങളിങ്ങനെ പോകുന്ന സമയത്താണ് ഞാൻ ഈ ചപ്പാത്തി കോല് കണ്ടത്. അപ്പം ഞാൻ പറഞ്ഞ ഏട്ടാ ഞങ്ങളെ തലമണ്ട ഞാൻ അടിച്ച് പൊട്ടിക്കും. ഏട്ടൻ മെല്ലെ ഒന്ന് ചിരിച്ചും കണ്ട് മെല്ലെ നൈസായിട്ട് അവിടെ മാറി. പിന്നെ പലതരം കത്തികളുണ്ടായിരുന്നു, വെട്ടുകത്തി, വാക്കത്തി, പേനാക്കത്തി, അങ്ങനെ പറഞ്ഞ പലതരം കത്തികൾ. അങ്ങനെ കത്തികൾ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ പാത്രങ്ങളുടെ കലവറകളാണ് കണ്ടത്. ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഈ പാത്രങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ എല്ലാം വാങ്ങി കൊണ്ടുപോകണമെന്നൊരാഗ്രഹം. എന്തിന്, വെറുതെ കാണാനൊരു രസമല്ലേ. അങ്ങനെ കുറേ പാത്രങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് ഞാനിങ്ങനെ മെല്ലെ നടന്നു. എനിക്ക് ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ പാത്രങ്ങൾ എന്താണെന്നറിയില്ല, എന്തോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. പിന്നെ നമ്മൾ വാങ്ങാൻ വന്നത് മെയിനായിട്ട് ഈ സംഭവമാണ്, അതായത് ഈ ഊറ്റുകോരി. അതായത് നമ്മുടെ ഈ എണ്ണക്കടികളൊക്കെ പൊരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഊറ്റിയെടുക്കുമല്ലോ, അത് വേണമായിരുന്നു നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക്. അത് വാങ്ങാൻ കൂടിയാണ് നമ്മൾ വന്നിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് വലിയ ഒന്ന് തന്നെ ഞാൻ സെലക്ട് ചെയ്ത്. കാരണം ഒരുമിച്ച് വലിയ ചട്ടിയിൽ ഒരുമിച്ച് കുറേ പലഹാരം ഇടുന്നതാണല്ലോ, അപ്പോൾ വലിയ ഊറ്റുകോരി തന്നെ വാങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ വലിയൊരു ഊറ്റുകോരിയും വാങ്ങി നമ്മൾ നടക്കുകയാണ്. വീഡിയോ എടുക്കുന്നതിൻ്റെ തിരക്കിൽ ഞാൻ ട്രോളിയൊക്കെ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ കൈ പിടിച്ചിട്ടായിരുന്നു ഞാൻ അത് രണ്ടും കൊണ്ടുവരുന്നത്. പിന്നെ ഞാൻ അവിടുന്ന് ട്രോളിയൊക്കെ എടുത്ത് വന്ന് അതൊക്കെ അതിലിട്ടു. അതിന് ശേഷം നമ്മൾ പിന്നെയും ഇങ്ങനെ നടക്കുകയാണ്. നടന്ന് തീരുന്നില്ല, കാരണം അത്രയ്ക്കും സംഭവങ്ങളുണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് താഴത്തെ ഫ്ലോറാണ്, പിന്നെ മേലെ വേറെയുണ്ട് സംഭവങ്ങൾ. പിന്നെ നമ്മുടെ ഇതെപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് മിസ്സാവുന്ന സംഭവമാണ്, അതായത് നമ്മുടെ ക്ലിപ്പ്, ഡ്രസ്സിനിടുന്ന ക്ലിപ്പ്. പിന്നെ നമ്മൾ മേലോട്ടേക്ക് എത്തിയപ്പോഴല്ലേ അടിപൊളി സംഭവം കണ്ടത്. വെറും 525 പൈസയ്ക്ക് നല്ല ലേഡീസ് ഷൂസ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലത്തെ വില വെച്ച് നോക്കുമ്പോൾ വെറും 100 രൂപ. ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഷൂ വാങ്ങാൻ വേണ്ടി പോയപ്പോൾ 300-350 രൂപ സാധാരണ ഒരു ഷൂവിന് പറഞ്ഞത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നല്ല അടിപൊളി ഷൂ ആണ്. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടാവും എന്ന് അറിയില്ല. പക്ഷേ ഈ ചെറിയ പൈസയ്ക്ക് വിൽക്കുന്നത് കൊണ്ട് വേഗം കേടായി പോകുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും 100 രൂപയ്ക്ക് ഒരു ഷൂ കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സുഖമല്ലേ. അത് നമ്മുടെ മലയാളികളുടെ ഒരു സ്വഭാവമല്ലേ. എന്ത് വില കുറഞ്ഞ് കിട്ടിയാലും അത് വാരിപ്പോയി എടുക്കുക എന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെ ഞാനും ചെയ്യുന്നത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് എനിക്കിഷ്ടപ്പെട്ട 2 ഷൂ ഞാൻ അങ്ങോട്ട് എടുത്തു. പിന്നെ അതിന് ശേഷം നമ്മൾ മുന്നോട്ട് നടന്നപ്പോഴല്ലേ ജാനിയുടെ ഊഴം എത്തിയത്. ജാനിക്ക് പറ്റിയ ചെരുപ്പുകളും ഷൂ ഒക്കെ വെറും 210 പൈസയ്ക്ക്, 310 പൈസയ്ക്കൊക്കെ. 210 പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ വെറും 40 രൂപയ്ക്ക് നല്ല അടിപൊളി ഷൂ ആണ് അവിടെ ഉണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ സൈസ് കുറച്ച് ചെറിയ കുട്ടികളതായിട്ട് എനിക്ക് തോന്നി. പക്ഷെ 310 പൈസയ്ക്ക് നല്ല ചെരുപ്പുകൾ, നമ്മുടെ വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന നല്ല ചെരുപ്പുകൾ. പിന്നെ 500 പൈസയ്ക്ക് നല്ല ടീഷർട്ട്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് നമുക്ക് വീട്ടിലിടാൻ പറ്റുന്ന, നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിയും ലാഭം ഇവിടെ തന്നെയാണ് കേട്ടോ വീട്ടിലിടാൻ പറ്റുന്ന ഡ്രസ്സൊക്കെ. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ വാങ്ങി. അങ്ങനെ നമ്മളെ പർച്ചേസിംഗ് ഒക്കെ ഏകദേശം അവസാനിപ്പിച്ചിട്ട് നമ്മളിങ്ങനെ താഴോട്ടേക്ക് പോവാണ്. അങ്ങനെ പിന്നെ താഴോട്ട് പോയി ബില്ലൊക്കെ അടിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ വീട്ടിലേക്ക് പോവാണ്. നമ്മളെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.